ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് മുടി മെടഞ്ഞ് നോക്കിയാലോ? മെടയാൻ അറിയുന്നവർ ഇത് മെടഞ്ഞ് നോക്കണമെന്നില്ല, കാരണം ഇതിനകത്ത് കുറച്ച് റിസ്കി എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ രണ്ടായിട്ട് ചെയ്യുക. അതായത് നമ്മുടെ ചെവീൻ്റെ അവിടം വരെയുള്ള മുടി ഒരു കെട്ടായിട്ട്, അടുത്തത് ഒരു കെട്ടായിട്ട് നമ്മൾ ഒരു റബ്ബർ ബാൻഡോ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യണം, അത്രയും നല്ലത് കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബാക്കിലുള്ള മുടി കെട്ടിയതുണ്ടല്ലോ, അത് ഒന്ന് ചെറുതായിട്ട് വലിച്ചൊന്ന് ലൂസാക്കി ഇതുണ്ടോ ഇതേപോലെ തന്നെ ഇടയ്ക്കാക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിലുള്ള മുടി ഇതിൻ്റെ ബാക്കിലോട്ടേക്ക് വലിക്കുക. എന്നിട്ട് ആ ബാക്കിലുള്ളതിനകത്ത് ഇതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി മുകളിലേക്ക് ആക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് ഇതാക്കി കുറച്ച് ടൈം എടുക്കും, അതേപോലെ തന്നെ ക്ഷമ വേണം കേട്ടോ. ഇതൊരു 2-3 പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അങ്ങനെ എളുപ്പമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. നന്നായിട്ട് നമുക്ക് മെടഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ സാധാ പിന്നുന്നതിനെക്കാട്ടും കുറച്ച് തിക്നെസ്സും കൂടെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് അഴിച്ചെടുക്കാനും കുറച്ചൊരിത്തിരി പണി ഉണ്ട് കേട്ടോ. മുടിയൊക്കെ ഒന്ന് ചെട കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ട് നമുക്ക് മെടഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.